അപ്പൊ കൈസ് നമുക്ക് എടുക്കാൻ പോകുന്ന പുലിക്കുട്ടിയെ കാണാൻ കൊണ്ട് നമ്മൾ പോവാണ്. അപ്പൊ നമ്മുടെ ഒഴിക്കൽ ഡീസൽ എന്തെങ്കിലും വെള്ളം വിട്ടു നേരിട്ട് എഞ്ചിനിൽ പോകില്ല, അത് ഈ അടിയിൽ സ്റ്റോറായി കിടക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ മേമിച്ച്. നമ്മളപ്പോൾ ഇന്നത്തെ കൂടെ ഒരു ഫിഷിംഗ് വീഡിയോക്കല്ല വന്നത്. നമ്മൾ ഇന്നൊരു വണ്ടിയുടെ റിവ്യൂലാണ് വന്നത്. അതായത് ബസ്സോ ലോറിയോ അല്ലെങ്കിൽ കാറോ ബൈക്കോ എന്നാലും ചെറിയ വണ്ടിയുടെ ഒന്നും അല്ല. നമ്മളാണെങ്കിൽ ഒരു ഹിറ്റാച്ചിയുടെ ആണ് എടുക്കാൻ. അതും യാൻമാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വണ്ടിയാണ് നമ്മളാണെങ്കിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റിലുള്ള ഒരു ഷോറൂമിലാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുറയാണെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ പോകാനുള്ള നാട്ടിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കപ്പോൾ ഷോറൂമിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമുക്കിനി വണ്ടി ഒന്ന് കഴുകുകയൊക്കെ ചെയ്യണം. ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്കന്ന് പോകാൻ. അപ്പോൾ അന്ന് രാവിലെ ഭയങ്കര മഴയൊക്കെയാണ് ഇവിടെ. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് വണ്ടി ഒന്ന് കഴുകി എടുത്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ എല്ലാം കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇനി പോകാൻ തുടങ്ങുവാണ്. നമ്മൾ വണ്ടിയൊക്കെ നൈസായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ പമ്പി വന്നിട്ടുണ്ട്. വണ്ടിക്കകത്താണെങ്കിൽ ഡീസൽ അടിക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ കാക്കിയിടാൻ പോവാണ്. അപ്പം കാക്കി ഇടണം, കാരണം നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി കാക്കിയിടാൻ നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കാക്കി ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. വൈറ്റിലാണ് ഷോറൂമിലോട്ടാൻ പോകുന്നത്. നമ്മളിപ്പോ തിരുവല്ലയൊക്കെ ആവാറായിട്ടുണ്ട്. ഇപ്പൊ തന്നെ 8 മണി ടൈം ആയിട്ടോ. നമ്മൾ രാവിലെ ഒരു 5 മണി ആ സമയത്ത് ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ അതിന്റെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ വണ്ടി ഡെലിവറി വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെന്നാൽ ഇപ്പൊ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു കാണാൻ പോകാൻ അവിടെ നല്ല ലേറ്റൊക്കെ ആണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പൊ മുതലാളികൾ 2 പേരുണ്ട്. അവര് കാറല്ല, അവര് നമ്മളെ പറ്റി മറ്റു പോയിട്ടുണ്ട്. സീറ്റ് ഫസ്റ്റ് ആണ്, സീറ്റ് വേണം, സേഫ്റ്റി ഫസ്റ്റ്. ചെറുക്കന്മാര് പറ്റുക. എന്റെ കൂടെ വരുന്നത് നമ്മുടെ JCB ഓടിക്കുന്ന, അതായത് കണ്ണൻ പറഞ്ഞ അക്ഷയ് എന്ന് പറഞ്ഞ ബ്രോ ഉണ്ട് കൂടെ. അപ്പൊ പുള്ളിക്കാരന് വേണ്ടിയാണ് പോയി വണ്ടി എടുക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ എത്രയാണ് JCB വേറെ റീചാർജ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ റീചാർജ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്ക് വേണ്ടി പുതിയ റീചാർജ് ഇറങ്ങുന്നത്. ആ വണ്ടി നമുക്ക് ബാക്കി നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് കാണാം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഈ ഒരു കാലാവസ്ഥ തന്നെ ആയിരുന്നു. രാവിലെ മുതൽ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്താണെങ്കിൽ മൊത്തം വെള്ളമൊക്കെ കയറി കിടക്കും. അപ്പുറത്ത് കടൽ പോലെ നല്ല രീതിക്ക് വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ട്. ഫിഷിങ്ങിനൊക്കെ പറ്റിയൊരു സ്പോട്ടായിട്ട് ഇത് കണ്ടിട്ട് തോന്നുന്നു. രാവിലെ റോഡ് പോലും നല്ല രീതിക്ക് കാണാൻ പറ്റുന്നില്ല, അതുപോലെ നല്ല മഴയുണ്ട്. നല്ല മഴ തകർത്തിക്ക്. നമ്മുടെ ഡെലിവറി ടൈമിൽ എന്തായാലും ഇതുപോലെ മഴ കാണാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ കഴിക്കാനെ കൊണ്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അപ്പവും ബീഫുമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പവും ഇതുപോലെ ബീഫും വന്നിട്ടുണ്ട്. ഇത് ക്വാർട്ടറാണ് വരുന്നത്. ഇത് മായാവി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. നമ്മുടെ ഓമലൂർ ഇതുള്ളൊരു മായാവി എന്ന് പറഞ്ഞ ഷോപ്പ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഷോറൂം വരുന്നത്. ഇപ്പം നമുക്ക് ഇനി കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഷോറൂമിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് ഷോറൂം വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഭയങ്കര വണ്ടിയുടെ ഒക്കെ സൗണ്ട് കൊണ്ട് നമ്മുടെ വോയിസ് കറക്റ്റ് കേൾക്കാമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ കഴിച്ച് ഇതിൻ്റെ അകത്ത് കുറേ വണ്ടികൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അകത്തോട്ട് കയറി കാണാം. അപ്പോൾ കഴിച്ച് ഇവിടെ ഇപ്പോൾ ഒരു 2, 3, 4 ഒരു 5 വണ്ടികളും ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി വന്നേക്കുന്ന അപ്പുറത്താണ്. ഈ സെയിം വണ്ടി തന്നെയാണ് നമുക്കും വരുന്നത്. ഞാൻ മറന്നു, നമ്മുടെ വണ്ടി ഞാനൊന്ന് കാണിച്ചു. ഇതിൻ്റെ പുറകിലോട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. നമുക്കെല്ലാം നോക്കാനുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ കഴിച്ച് നമ്മളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അതിൻ്റെ കുറേ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന സ്പേസ് ആണ്. ഇവിടെ സർവീസും സെയിലും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം പാർട്സും കാര്യങ്ങളൊക്കെ വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണെങ്കിലും കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെയും ഉള്ളിലോട്ടാണെങ്കിലും എല്ലാം ഒരു ചെറിയ സ്പേസ് തന്നെയാണ് വണ്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഒതുക്കി ഇട്ടേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു 4 വണ്ടിയോളം കിടപ്പുണ്ട്. അപ്പോൾ കഴിച്ച് നമുക്ക് എടുക്കാൻ പോകുന്ന പുലിക്കുട്ടിയെ കാണാൻ കൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ബലൂണൊക്കെ വെച്ച് അതുപോലെ തന്നെ മാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടുത്തിട്ട് പോയി കണ്ടു നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞാലും എനിക്ക് വണ്ടിയെ പറ്റി വലിയിട്ടൊന്നും പറയാനറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി. യാൻമാർ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോസ്റ്റോ എന്ന് എഴുതിയിട്ടുണ്ട്.
ഈ ഒരു വണ്ടി എനിക്ക് റിബണൊക്കെ കെട്ടി ഇപ്പം മുറിക്കാനെ കൊണ്ട് സൈഡ് റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ മാലയൊക്കെ ഇട്ട് ബലൂണൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. നമ്മളാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ഈ ഒരു പുലിക്കുട്ടിയെ നമ്മുടെ പത്തനംതിട്ടയിലോട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർമാരും അതുപോലെ തന്നെ വണ്ടിയുടെ ഓടിക്കുന്ന കണ്ണൻ ബ്രോ എന്ന് പറയുന്ന സാരഥിയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ആ ഒരു ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മൾ വന്ന വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഇനി ഓണർമാരും അവരും കൂടെ വന്നിട്ട് വേണം ഇതിൻ്റെ റിബണൊക്കെ കട്ട് ചെയ്യാനെ കൊണ്ട്, എന്നിട്ട് വേണം നമുക്കാണ് ഇതിനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനെ കൊണ്ട്. അപ്പോൾ നമുക്കിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കഴിച്ചാൽ ഇവർക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരാണ് വണ്ടിയുടെ ഓണർ വരുന്നത്, ഈ രണ്ടുപേരും. ജസ്റ്റ് കീ കൊടുക്കാനെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കീയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും 2 അംബ്രല്ലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ണെന്ന് പറഞ്ഞ അക്ഷയ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സാരഥിയായിട്ട് വരുന്നത്. അതായത് വണ്ടിയുടെ ഡ്രൈവർ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്ന പുള്ളിക്കാരനാണ്. അപ്പോൾ കേസാണെങ്കിൽ 2 നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സും പിന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മുടെ ഓണറിനോട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഓപ്പറേറ്ററായ കണ്ണൻ ബ്രോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഒഴിക്കുന്ന ഡീസൽ എന്തെങ്കിലും വെള്ളം വിട്ടു നേരിട്ട് എഞ്ചിനിൽ പോകില്ല. അത് ഈ അടിയിൽ സ്റ്റോറായി കിടക്കും. ഈ റിബൺ കണ്ട ഈ റിബൺ പയ്യെ പൊങ്ങി വരും. അടിയിൽ വെള്ളം മേൽ ഡീസലായിട്ട്. അപ്പം നമ്മൾ ഓയിലിന്റെ ലെവലും ഇവിടെ ഉണ്ട്. നോക്കാൻ നേരം ശ്രദ്ധിച്ചാണ്. വെള്ളം ഉണ്ടെങ്കിൽ ടാപ്പ് ജസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഡ്രെയിനായി ഡീസൽ മാത്രം മേളിൽ വരും. ഇത് ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ചോക്ക് ആകുമ്പോഴത്തേനും ഈ ഇവിടെയും ചേഞ്ച് ചെയ്ത ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് റെഡ് കളർ കയറി വരും. അപ്പം മാത്രം അഴിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും മേളിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും അത് വീണ്ടും പഴയ പോലെ. ഇത് എഞ്ചിൻ്റെ കൂളൻ്റ് ഹൈ ലെവൽ ലോ ലെവൽ. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മതിയാവും. അല്ലെങ്കിൽ മേളിൽ നമ്മൾ നിറച്ച് ഒഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ട് ഒരു ഓർപ്പിട്ട് പോകത്തുള്ളൂ. അത് തണുത്തിരിക്കുമ്പോൾ വേണം നോക്കാനായിട്ട്. എഞ്ചിൻ വർക്ക് ചെയ്യാൻ നേരത്ത് റേഡിയേറ്ററിൻ്റെ കൂടെ എക്സ്പാൻഷൻ വന്നിട്ട് നമുക്ക് ടോപ്പ് ലെവൽ വരെ വരും. തണുത്തിരിക്കുമ്പോൾ നേരെ റിട്ടേൺ വലിച്ചിട്ട് റേഡിയേറ്റർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനും മാത്രം നോക്കിയാൽ മതി. റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഡീസൽ ഫിൽറ്റർ എന്തെങ്കിലും മാറുമോ എന്തെങ്കിലും ഓഫ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കീ ഓൺ ആക്കിയിട്ട് വെച്ചാൽ ഇലക്ട്രോണിക് പമ്പാണ്. കീ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഡീസൽ കയറും. എന്നാൽ ലിഫ്റ്റ് മുമ്പ് വേണ്ട, ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഓട്ടോമാറ്റിക് കീ ഓൺ ആക്കിയിട്ട് പമ്പ് ചെയ്ത് കയറും. ഇതിൻ്റെ എയർ ഫ്ലോ എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ്. അപ്പോൾ അഴുക്ക് എപ്പോൾ ഉള്ളിലായിരിക്കും വരാം. പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ക്ലീനായിട്ട് തോന്നും. പക്ഷെ എന്നാലും നമ്മൾ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കും. ഒരു സാധാ വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ എയർ വെച്ചിട്ട് ക്ലീൻ ചെയ്യും. ഷാർപ്പായിട്ട് അടിക്കരുത്. അടിച്ചിട്ടുണ്ടെങ്കിൽ പിൻസ് ബെൻഡായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അടിക്കണം. പൊടി ബാക്കിൽ ഇരിക്കണം. അപ്പോൾ ബാക്കിട്ട് പൊക്കും. അപ്പോൾ ജസ്റ്റ് ഒരു സാധാ പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക. ഹൈജറ്റ് പമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിൻസ് ബെൻഡായി പോകും. അപ്പോൾ നമ്മൾ എയറിൻ്റെ ഫ്ലോ കുറഞ്ഞിട്ട് ഹീറ്റാനുള്ള ചാൻസ്. സാധാ പൈപ്പിൽ നിന്ന് നമ്മൾ വെള്ളം വെച്ച് കഴിക്കാൻ മതി. പിന്നെ അതിൻ്റെ ബാക്ക് കണ്ടടിക്കുന്നെങ്കിൽ നമുക്ക് മാക്സിമം ലൈഫ് കിട്ടും. അതിന് സൈഡിൽ ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബുഷിൻ്റെ ഇടയിൽ മണ്ണ് കയറാൻ നേരത്ത് ശരിയായിട്ട് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് അടിച്ചടിച്ച് അടുത്ത് ഗ്യാപ്പ് അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ വെള്ളിൽ കടുപ്പിച്ചിട്ട് ഈ ഗ്രൈൻഡ് ചേർത്ത് വയ്ക്കണം. ഇത് കറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോസ് ഓവറായിട്ട് ഇപ്പോഴല്ല കുറേ വർക്ക് ചെയ്ത് കഴിയുന്നത് കേട്ടോ. ഇവിടെ ടീത്തിന് 8 വോൾട്ടാണ് ടൈറ്റ് ആവാൻ ചെക്ക് ചെയ്തേക്കണം. ഈ 2 നിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൻ ബെയറിങ്ങിൻ്റെ സ്വിംഗ് ബെയറിങ്ങിൻ്റെ, പിന്നെ ഉള്ളത് സ്വിംഗ് മോട്ടറിൻ്റെ പിനിയൻ്റെ ആണ്. അപ്പോൾ അത് 50 മണിക്കൂറിലൊന്നും ഡീസ് ചെയ്താൽ ഡെയിലി ചെയ്യണ്ട. 50 മണിക്കൂറിലും മാത്രം ഡീസ് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അടിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 പമ്പ് അടിച്ച് സൈഡിൽ കൊണ്ടുപോയി 5 പമ്പ് ബാക്കിൽ നിന്ന് 5 പമ്പ് 4 സൈഡിൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പ്രെഡായിട്ട്
പിന്നെ ബക്കറ്റ് ഒരു 50 മണിക്കൂർ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ വരെ കട്ട വെച്ച് കൊടുക്കാം. ഈ സൈഡ് അടിയിൽ വെച്ചിട്ടുണ്ട്, ഈ സൈഡിൽ കട്ട ചെയ്ത് അടിയിൽ വെച്ചിട്ടുണ്ട്. ഈ സൈഡില്ലേ സൈഡിൽ വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. ഓപ്പറേറ്റർമാരും വെച്ചിട്ടുണ്ട്, പെർഫെക്ഷൻ കിട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഷേക്ക് വരുമ്പോഴത്തേനും ആടിക്കാൻ ഓയിലിൻ്റെ ഗ്രേഡോ ഇൻ്റർവെല്ലൊക്കെ അറിയണമെങ്കിൽ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്കിൻ്റെ ടെൻഷൻ നമ്മൾ ബക്കറ്റ് സൈഡിൽ കൊണ്ടിട്ട് കുത്തിപ്പോക്കൂലേ, പൊക്കിപ്പത്തും ചെയിൻ നിന്ന് തുണിക്കെടുക്കും. അപ്പോൾ ഈ റോഡ് നേരിടാൻ ഈ പ്ലേറ്റിൽ നമ്മൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 സെൻറ്റിമീറ്റർ ആയിരിക്കും. പണ്ട് നമ്മൾ 4 പേരുടെ കറക്റ്റ് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊരു 5 അങ്ങോട്ടായാലും കുഴപ്പമില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രാക്കിന് മാക്സിമം ആയിരിക്കും കണക്കുള്ള ൂട്ടിൽ തരുന്നുണ്ട്. പിന്നെ ഇതൊരു എമർജൻസി സ്റ്റോപ്പ് ബട്ടണാണ്. അത് ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അകത്തൊരു ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷട്ട് ഓഫ് ആയിരിക്കും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവരുമ്പോഴത്തേന് ആരും കളിച്ച് ഓഫ് ചെയ്തിട്ടാൽ ഒന്ന് സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഈ സ്വിച്ച് ആണ് ജസ്റ്റ് ഓണായില്ല. എൻ്റെ അടുത്ത് എനിക്ക് ഈ പൈപ്പ് വന്നിട്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി മറിക്കാൻ നേരത്ത് മാക്സിമം ഈ ട്രാക്കിൻ്റെ ടോപ്പ് ലെവൽ വരെ ഇറങ്ങാൻ പാടില്ല. നമ്മൾ അനങ്ങി പോകുമ്പോഴത്തേനും എഞ്ചിൻ വെള്ളം വലിച്ചേരും. അപ്പോൾ ഈ സൈഡ് റൗണ്ട് സ്വിച്ച് വേണം. അപ്പോൾ ഗൈസ് നമ്മുടെ കണ്ണമ്പ്രോ ആണെങ്കിൽ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റാനെ കൊണ്ടുപോകാം. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അത്യാവശ്യം എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് നമ്മുടെ വണ്ടിയിലോട്ടാണെങ്കിൽ നമ്മുടെ എന്തോ ഹിറ്റാച്ചി കയറ്റാനെ കൊണ്ട് തുടങ്ങുവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. വണ്ടിയൊക്കെ കയറ്റി ഇതുവരെ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. എന്തോ ഭാഗത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ വണ്ടിയെല്ലാം കയറ്റി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയ ഹിറ്റാച്ചി ആണെങ്കിൽ 400 കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പത്തനംതിട്ടയിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ കൊച്ചിയിൽ നേരെ വണ്ടിയാണെങ്കിൽ നമ്മുടെ ഓമലൂർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓമലൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ കൊണ്ടുവച്ചേക്കുന്നത്. കാരണം ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുതിയ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം.
അപ്പോൾ കഴിച്ച് നമ്മളാണെങ്കിൽ വീട്ടിലാണെങ്കിൽ വണ്ടി കൊണ്ട് ഇറക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ വണ്ടിയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ കീ വരുന്നത്. പിന്നെ ഈ ആൺമാറിന് എഴുതിയ 2 ബാൻഡൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടാണ് ഇവിടെ വന്നത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ട്രാഫിക് കാരണം നമ്മൾ ലേറ്റ് ആയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.